ഊഞ്ഞാല് കെട്ടാനൊക്കെ അല്ലേ? നല്ല ഇതിൽ കൂടി നോക്കുമ്പോഴേക്ക് നല്ല ഭംഗിയ. അതെ. ഇതാ ഞാൻ ഇങ്ങനെ പിടിച്ചേ, ഇതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതിയല്ല. അങ്ങനെ പിടിച്ചാൽ എന്നെ കാണുന്നുണ്ടോ? നമ്മള് ഇവിടെ എളങ്ങന്തപ്പുഴ ബീച്ചിൽ ഇതേപോലത്തെ അല്ലേ? പുക്കാട് ആയ് അടിപൊളി, സൂപ്പർ. ചാടിയ വീഡിയോ എടുക്കാം. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇന്ന് വൈക്കത്ത് അഷ്ടമിക്ക് പോവുകയാണ്. വൈക്കത്ത് അഷ്ടമിക്ക് പോകാനായിട്ട് 4 പേര് 7 മണിക്ക് തന്നെ ഇറങ്ങി. ഞങ്ങൾ 2 പേര് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് 4 പേര് 3 പേര് ബസ് സ്റ്റോപ്പിലുണ്ട്, ഒരാൾ ഇപ്പുറത്തോട്ട് നീങ്ങിയിരിക്കുന്നു. മൊത്തം 4 പേര് നമ്മളെ വെയിറ്റ് ചെയ്ത് അരമണിക്കൂറോളം നിന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. കാരണം ഞങ്ങൾ ബസ്സിലാണ് പോയത്. ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പറയുന്ന സമയത്ത് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പം 4 പേര് ഞങ്ങളെ വഴക്കും പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സീനാണ് ആ കാണുന്നത്. കാരണം അരമണിക്കൂർ മേലെ അവർ വെയിറ്റ് ചെയ്തു. അവർ അമ്പലത്തിൽ പോയി തൊഴുതതിന് ശേഷമാണ് പുറത്തിറങ്ങിയിരുന്നത് ബസ് സ്റ്റോപ്പിൽ. അപ്പം നമുക്ക് ബസ് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിയില്ല. അപ്പം നമുക്ക് കുറച്ച് നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മൾ ലേറ്റായി. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളത്തെ ആഗ്രഹമാണ് ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകണമെന്ന്. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് സാധിക്കാതെ വന്നു. പല തീരുമാനങ്ങളും ഞങ്ങൾ എടുത്തിരുന്നു, പക്ഷെ അതൊന്നും നമുക്ക് ഓരോരോ കാരണങ്ങൾ കൊണ്ട് നമുക്കത് മാറ്റി വെക്കേണ്ടി വന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വൈക്കത്ത് അഷ്ടമി തൊഴുതതിന് ശേഷം നമുക്ക് ബോട്ട് കയറിയാൽ ചേർത്തല എത്താമെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സ് പറഞ്ഞത്. അപ്പം നമ്മളങ്ങനെ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെല്ലാം വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത ശേഷമാണ് നമ്മൾ പോകാൻ പോയത്. നല്ലൊരു പാർക്ക് തന്നെയാണ് കേട്ടോ അത്. നമുക്ക് ഒരു ദിവസം അവിടെ ഇരുന്ന് ചിലവഴിക്കാനുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ ബോട്ട് ജെട്ടിയിലേക്ക് പോവുകയാണ്. അവിടെ നല്ല തിരക്കായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു ബോട്ട് വിട്ടിരുന്നു. സമയം അപ്പോൾ 11 മണിയേ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയുള്ള ബോട്ട് 11:40-നാണെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഈ 11:40 മണിക്കൂറോളം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കൊണ്ട് നമ്മളവിടെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിച്ചു. അപ്പം നമ്മൾ നല്ല ഒരു ദിവസം തന്നെയായിരുന്നു അന്നത്തെ ദിവസം. കാരണം വെയിലും മഴ അങ്ങനത്തെ കാര്യമായിട്ടുള്ള വെയിലും മഴയും ഉണ്ടായില്ല. നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ബോട്ട് ജെട്ടിയുടെ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ബോട്ട് ജെട്ടിയുടെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവർക്കും ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുമാത്രമല്ല യാത്രയും ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. നല്ലൊരു യാത്ര തന്നെയായിരുന്നു ബോട്ട് യാത്ര. അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വരാം.
അങ്ങനെ നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ അർത്തുങ്കൽ പള്ളിയിൽ പോകണം നമുക്ക്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് വന്നതിന് ശേഷം നമ്മൾ പ്രൈവറ്റ് ബസ് കയറിയിട്ടാണ് നമുക്ക് പള്ളിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ബസ്സിൽ കയറി നമ്മളങ്ങനെ അർത്തുങ്കൽ പള്ളിയിലെത്തി. അവിടെയും വെയിൽ ഏകദേശം വന്നു തുടങ്ങി. കാരണം ചൂടില്ല എങ്കിലും വെയിൽ നല്ല ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പള്ളിയുടെ അകത്ത് കയറിയിരുന്ന് നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ച്. രാവിലെ എല്ലാവരും മസാല ദോശയായിരുന്നു കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനുള്ള നേരം കിട്ടിയില്ല. ഇടയ്ക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങി കുടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു ബേക്കറി കയറിയേക്കുവാണ്. അവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുത്തെ അന്തരീക്ഷം നമുക്ക് ഒട്ടും പിടിച്ചില്ല. അപ്പം നമ്മൾ അവിടുന്ന് അപ്പം തന്നെ അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് വെള്ളം വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഊണ് കഴിക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ കയറി ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം 2 പേർക്ക് ചോറും ബാക്കി എല്ലാവരും ബിരിയാണിയാണ് വാങ്ങിച്ചത്. പക്ഷേ നമുക്കതും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കഴിച്ചു, കുറച്ച് ബാക്കി വെച്ചു. അങ്ങനെ എല്ലാവരും